ഹലോ. ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഞാനിതേപോലെ ഓവർസീ ഒരു വെസ്റ്റേൺ വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. കുറച്ച് വർഷമായിട്ട് ഒരുപാട് ചലഞ്ചസും സംഭവങ്ങളും കൂടെ പോയി ഒരുപാട് ചിന്തിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതായത് കുറച്ച് ടിപ്സുകൾ പറഞ്ഞു ഒരു 11 ടിപ്സ് ഞാൻ മൊത്തത്തിൽ കണക്കാക്കിയപ്പോൾ കിട്ടിയൊരു 11 ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നന്നായിട്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഫുള്ളി കൾച്ചറൽ നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് നിങ്ങളൊരു വെസ്റ്റേൺ ആകണമല്ല, നമ്മൾ ടോളറേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാനുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് വൺ, കളക്റ്റീവിസം വെസ് ഇൻഡിവിജ്വലിസം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ നമ്മൾ വളരെ അതായത് ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയും നമ്മുടെ ഈ ഫ്രിക്ഷൻസിൻ്റെ ഒരു മീനിങ്, ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കളക്റ്റീവിസം എന്ന് പറയുന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ്. ഇവിടെയുള്ളൊരു വേൾഡാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കളക്റ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മളിതിൽ പ്രാക്ടീസ് ചെയ്യും. അതായത് നമ്മുടെ എങ്ങനെ പറയാം, നമ്മുടെ നാട്ടുകാർ, ഇവൻ അച്ഛനമ്മ, നമ്മുടെ സിബ്ലിങ്സ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഭയങ്കരമായ ക്ലോസ് ബൗണ്ടറി ഇല്ലായ്മ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും നേടാനും നമ്മളൊരു ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ. മനസ്സിലായില്ലേ? നമ്മുടെ SNDP ഇല്ലെങ്കിൽ NSS ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ, മുസ്ലിം, മതം, ജാതി, ഇങ്ങനെ എല്ലാത്തിലും ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിച്ചാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അത് കാരണം നമ്മുടെ ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ എക്സ്പെക്റ്റേഷൻ, ആ ബൗണ്ടറി മെയിൻ്റെനൻസ്, സ്പേസ് കൊടുക്കുക, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ. അത് ഭയങ്കര ഇൻറ്റൻസാണ്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചു കൊല്ലും എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിൽ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ പോകാം. പക്ഷേ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൊച്ചു ജനിച്ചപ്പോൾ മുതൽ അവൻ്റെ പേഴ്സണൽ സ്പേസ്, അവൻ്റെ റൈറ്റ്സ്, അവർക്ക് എങ്ങനെ പറയുക, വേണ്ട സംഭവങ്ങളെല്ലാം വളരെ റെസ്പെക്റ്റോടുകൂടെ, അതായത് ഒരു ബൗണ്ടറി, ഒരു സ്പേസ് നൽകിയിട്ടാണ് ഇവർ ജനിച്ച് വളർന്നു തന്നെ, ഇവൻ കുട്ടിയും മുതൽ എല്ലാം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കളക്റ്റീവിസം, ആ ബിഹേവിയറുകൾ കുറേയും ഇവർക്ക് പുതിയതായിരിക്കും, അതായത് സ്ട്രേഞ്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കാണുന്ന ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ ചില ബിഹേവിയറിനെ എങ്ങനെയാണ് പറയുക, അതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അതൊക്കെ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ അതൊരു സ്ട്രേഞ്ചാണ്. അപ്പോൾ ആൾക്കാർക്ക് അതൊരു എങ്ങനെയാണ് പറയുക, ഒരു ദേഷ്യവും ഒരു വിരോധമൊക്കെ വരാൻ കാരണമുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെ കുറിച്ചും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കുക. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സെൽഫ് അവെയർ ആയിരിക്കുക, നമ്മുടെ ബിഹേവിയറൊക്കെ. ഇത് കാരണമാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ എന്തിനാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇൻവോൾവ് ആകണില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടി. എന്നിട്ട് നമ്മൾ എൻ്റെ ഓഫീസിൽ കൂടുതലും ഉള്ളത് ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ആക്ച്വലി എന്താ പറയുക, കുറച്ചൊക്കെ ഇൻഡിവിജ്വലിസം റെസ്പെക്റ്റ് ചെയ്തും ടോളറേറ്റ് ചെയ്തും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പം നമ്മൾ അവർക്ക് ആ സ്പേസ് കൊടുക്കുക, ഒരുപാട് മറ്റുള്ളവൻ്റെ കാര്യത്തിൽ പോയി അഭിപ്രായം പറയാതിരിക്കുക, സഹായം കൊടുക്കുക, അതിന് മുന്നേ അവൻ്റെ കൺസെൻറ്റ് ചോദിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് കയറി അഭിപ്രായം പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും നമുക്ക്. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു സ്പേസിൽ കൊടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പേഴ്സണലായിട്ട് ഒരുപാട് ചോദിക്കാണ്ടിരിക്കുക. പിന്നെയും കുറേ ചോദ്യങ്ങൾ അവർക്ക് നമ്മളൊരു പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കരുത്, എൻ്റെ ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. മനസ്സിലായി? അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ ഭൂരിഭാഗം പേരും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫോഴ്സ് ചെയ്യരുത്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ്. ഓക്കെ, രണ്ടാമത്തത് കൾച്ചർ ആൻഡ് റിലീജിയസിറ്റി. നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ നാട്ടിൽ ഒന്നുമില്ലെങ്കിൽ കൾച്ചർ പരമായിട്ടോ റിലീജിയൻ പരമായിട്ടോ നമ്മൾ ഇപ്പോൾ ഈവൻ പൊളിറ്റിക്സ്, ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈച്ച് മൊമെൻറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്താൽ നിങ്ങൾ മാറി നിന്ന് നോക്കി അറിയും.
മനസ്സിലായില്ലേ? എല്ലാത്തിലും നമ്മൾ അങ്ങനെ ഒരു ട്രാപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർവൈവ് ചെയ്യാൻ തന്നെ, ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് മുതലെല്ലാം സർവൈവ് ചെയ്യാൻ തന്നെ അതിൽ വെച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ കൾച്ചറൽ അഫിലിയേഷനും ഈ റിലീജിയസ് അഫിലിയേഷനെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാണ് പല ഫോമിൽ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് കമ്മ്യൂണിറ്റി, അവർ ഈ ടർബൻ, താടി, കത്തി ഇതെല്ലാം കൊണ്ട് നടക്കുക. എന്നിട്ട് അവർ വിചാരിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ ടീമുള്ള, അവൻ്റെയാണ് എല്ലാം നല്ലത്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് അത്രയും സ്ട്രിക്റ്റാണ്, ഈ ഇതും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക. അതല്ലാതെ നമ്മൾ പുറത്ത് വന്ന് ഈ സംഭവങ്ങൾ ചെയ്തിട്ട് അവസാനം ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കി എല്ലാവർക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കരുത്. മെയിനായിട്ട് ഈ ഡ്രസ്സിങ് എല്ലാമാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ഹോട്ട് പൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്വിമ്മിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടും. നോക്കുമ്പോൾ ഒരു പഞ്ചാബി അവിടെ വന്നിരിക്കുകയാണ്, താടിയും തലയും ടർബനും ഒരു ട്രാക്ക് സ്യൂട്ട് പാൻറ്റും ഇടുന്ന ആരെങ്കിലും പൂളിലിറങ്ങുമോ? പിന്നെ മറ്റെന്തും കത്തി അരയിൽ മറ്റേ ടീഷർട്ട് ഇതൊക്കെ ഇട്ടിട്ട് ചാടുക, ആൾക്കാർ നോക്കുക, അതിശയത്തോടുകൂടി നോക്കുക. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കൾച്ചറും ഇതൊക്കെ കാണുമ്പോൾ അടിപൊളി എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ എല്ലാവർക്കും അറിയാം ഇവർ പണ്ടിട്ടിട്ട് പോയ കുറേ ഈ പിഴപ്പ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം, ഈ റിലീജിയൻ അതിൻ്റെ പേരിൽ ഇവർ ആ ഒരു ഫേസൊക്കെ ഓവർകെയിം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിവിടെ വലിയ കുടയും പള്ളി പെരുന്നാളും അമ്പലത്തെ കൊട്ടും ചെണ്ടയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ഇവിടുത്തെ ആൾക്കാർ എന്തൊരു ദൈവികത എന്ന് വിചാരിച്ച് ഇവിടെ ആരും തുള്ളിച്ചാടലല്ല. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ മൂന്നാം ലോകം മൂന്നാം കട വിഴുപ്പെല്ലാം ദൈവന്മാർ ഇവിടെയാണ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെയ്യണമല്ലോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ഒരു മുഷിപ്പേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നൈബർഹുഡിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും നമ്മൾ മറ്റുള്ള ആൾക്കാരെ പോലെ ഫുള്ളി ആവണമെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ ഈ പല ഐഡൻറ്റിറ്റി, റിലീജിയസ് ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും അത് നമ്മൾ ഒരുപാട് വിസിബിൾ ആക്കാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സിംഗിൾഡ് ഔട്ടായി പെടില്ല. മനസ്സിലായില്ലേ? നമ്മൾക്ക് കുറേയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അടുത്തൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനേഴ്സ് ആൻഡ് സിവിക് സെൻസ്. അപ്പം ഈ സംഭവങ്ങൾ എങ്ങനെ ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം അഡോപ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ ചേഞ്ച് ചെയ്യേണ്ട കുറേ വാല്യൂസ് ഉണ്ട്. നമ്മുടെ ഗ്രീഡിനെസ് കുറയ്ക്കുക, കൺസിഡർ ചെയ്യുക മറ്റൊരാളിനെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇത് പ്രശ്നം നമ്മൾ ജനിച്ചിരിക്കുന്ന രീതി അങ്ങനെയല്ല. നമ്മൾ അടിച്ചും തല്ലിയും എൻ്റെ കാര്യം നേടുക എന്നുള്ള രീതിയിൽ ജീവിച്ച നമ്മൾക്ക് പെട്ടെന്ന് എന്താ പറയുക, ആ ഒരു രീതിയിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ജോലി സ്ഥലത്ത് പോയി ഷിഫ്റ്റ് എടുക്കുന്ന കേസിലാട്ടി, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയി ക്യൂ നിൽക്കാൻ മടി, ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു തെക്കി കയറാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരാൾ പോകുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കാനോ അങ്ങനെ നിൽക്കാനോ അതിനുള്ളൊരു പേഷ്യൻസ് ഇല്ലായ്മ, ഒരു താങ്ക് യു പറയാൻ പറ്റായ്മ. അപ്പം മനസ്സിലായില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ ലേൺ ചെയ്യണം. ഓക്കെ, മെയിനായിട്ട് ക്യൂ പാലിക്കുക. ഒരു ഡോർ പുറകെ ഒരാൾ വരുമ്പോൾ അയാളിനെ ആദ്യം കടത്തി വിട്ടിട്ട് നമ്മൾ കയറുക. സോറി, പ്ലീസ്, താങ്ക് യു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ജനറസായിട്ട് പറയുക. പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക, നമ്മൾ വൃത്തിയായി നടക്കുക. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ കുറച്ച് വാല്യൂസ് നമ്മൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കൈൻഡ്നെസ്സും കൺസിഡറേഷനും ഒരു ഡിഗ്രിയിലെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ കീപ്പ് ചെയ്യുക. പക്ഷെ അതല്ലാത്ത രീതിയിൽ നമ്മുടെ സ്വഭാവം വരുമ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ള വെറുപ്പുണ്ടാകും. ഒന്നാമത് നമുക്ക് സ്റ്റീരിയോ ടൈപ്പാണ്, നമ്മൾ ഭയങ്കര ഒരു വല്ലാത്ത റഫായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. അതും കൂടെ ആയി നമ്മൾ ഈ ഒരു ബിഹേവിയറും കൂടെ കാണിക്കുമ്പോൾ ഏകദേശം നമുക്കതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സെൻസിറ്റീവ് ടോപ്പിക്സ്. അതായത് അതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ, സെക്സിസം, ഹൈറാർക്കിക്കൽ ഇഷ്യൂസ്, കാസ്റ്റിസം, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ ഈ ലോകത്ത്. അപ്പോൾ എനിക്ക് പൊതുവേ നമ്മളൊരു കൺസർവേറ്റീവ് ഒരു എന്താ പറയുക, ഒരു കളക്റ്റീവിസം കൈൻഡ് ഓഫ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നമുക്ക് ഇതിനോടെല്ലാം ഏകദേശം ഒരു അറപ്പായിരിക്കും. ട്രാൻസ്ജെൻഡേഴ്സ്
ഉള്ളത്. ഒരു പെണ്ണുങ്ങളെപ്പോഴും നമ്മളൊരു നമുക്കത് ഇൻഡയറക്റ്റ്ലി അല്ല, ഡയറക്റ്റ്ലി അല്ല, ഒരു ഇൻഡയറക്റ്റ്ലി നമ്മുടെ സ്വഭാവത്തിലുണ്ട്. ഗേൾസ് വുമൺ അത്ര നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ശീലിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആ സെക്സിസം മനസ്സിലായില്ലേ, അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയിട്ട് ഒരു പുള്ളിക്കാരത്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വേറൊരു സ്റ്റാഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ ചുമ്മാ പെണ്ണുങ്ങളെ പോലെ പിറുപിറു സംസാരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരത്തിൻ്റെ ചോദിച്ചു, ഡോണ്ട് ബി സെക്സിസ്റ്റ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ ലെവലിൽ കാര്യങ്ങളോട് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ഇതിനെക്കുറിച്ചും ഈ പെണ്ണുങ്ങളോട് ഭയങ്കരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാനും തെറി വിളിക്കാനും ഒരു വല്ലാത്ത രീതിയിലൊക്കെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരും. പിന്നെ പെണ്ണുങ്ങളെ അത്യാവശ്യം നന്നായിട്ട് റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യുക. നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഇവിടുത്തെ ജനറലായിട്ടൊരു കോമൺ ആയിട്ടുള്ള ആൾക്കാരും ഒരു ആണുങ്ങളും നന്നായിട്ട് പെണ്ണുങ്ങളെ അത്യാവശ്യം ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് ഈ പേരുദോഷം, റേപ്പിംഗ് അത് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ റൂഡായിട്ട് പിള്ളേരോട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ടൊന്നും അത് ഫൈറ്റ് ചെയ്ത് ആ ആറ്റിറ്റ്യൂഡും വെച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നെ അടുത്തൊരു ടോപ്പിക് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് സെൽഫ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഞാൻ പറയാം, നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ക്വാളിറ്റി, ഒരു ഇന്നർ ക്വാളിറ്റി ഇല്ലേ, ഒരു സെൽഫ്, ആ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. അത് ഇന്നറും ഔട്ടറും. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഞാൻ ഇന്ത്യൻസിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ആൾക്കാർ ചിരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായി. നമ്മൾ ഒട്ടും ഇമോഷണലി അവെയറബിൾ അല്ല, ഇമോഷണലി കൺട്രോളിങ് ഇല്ല, ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ല എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ്. അത് പൊതുവേ നമുക്ക് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അതൊരു സത്യം കൂടിയാണ്, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കയറി ഒരു സന്തോഷവും അങ്ങനെ ആ സന്തോഷം ചിരിക്കണം, അറിയണം, കരയണം. ഈ ഇമോഷൻസിന് ഒരു കൺട്രോൾ, ആങ്കർ, ഹാപ്പിനെസ്, അങ്ങനെയുള്ള നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മൾ ഒട്ടും ഒരു കൺട്രോൾ ഇല്ലാണ്ട് പെരുമാറുന്നത് ഇവിടെ ആൾക്കാരിൻ്റെ നിന്ന് ഒരു ചെറിയൊരു മതിപ്പ് കിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള കുട്ടികളും ചെറുപ്പത്തിൽ മുതലേ അവർ ഇമോഷണലി അവെയറബിളായിട്ടും, അതായത് കൺട്രോൾ ചെയ്യാനും അതിനെക്കുറിച്ച് അവെയറാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഒട്ടും ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര റോ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ഭയങ്കരമായിട്ട് എങ്ങനെ പറയുക, എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസ് കാണിച്ച് ആൾക്കാരെ വെറുപ്പിക്കാണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ കൂടെയൊക്കെ ഒരു ലോകത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടും സംഭവങ്ങളൊക്കെ ഉള്ള ഒരാൾക്കാരായിട്ട് മാറുക. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കിട്ടും. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് അത്യാവശ്യം നന്നായിട്ട്, ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി ഡ്രസ്സിങ്ങും ഒരു ഫിറ്റ്നസ്സും അത്യാവശ്യം ഹൈജീനും ഇതെല്ലാം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു പോസിറ്റീവാണ്. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ കുറവാണ്. നമ്മുടെ ഒരു പോപ്പുലേഷൻ വെച്ചുമ്പോൾ ഈവൻ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒരു എക്സസൈസും നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോഷ്യോ എക്കണോമിക്കലി ഭയങ്കര ചോട്ടി കിടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളൊരു ഭയങ്കരമായിട്ടൊരു വികൃതമായ ബോഡി ഷേപ്പിലും ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സും സ്മെല്ലും കൂടെ വരുമ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലായിട്ടാണ് കണക്കാക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എല്ലാവർക്കും എല്ലാതിനെക്കുറിച്ച് അറിയില്ല. അവന് 10 ഏക്കർ സ്ഥലമുണ്ട്, 3 കാറുണ്ട് എന്നുള്ളതും ഇവിടെ ആരും ബോധരല്ല, മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ പ്രസൻറ്റേഷനിൽ അത് നിങ്ങൾക്കതൊരു റെസ്പെക്റ്റ്, ഒരു അംഗീകാരം ഈ സൊസൈറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം നല്ല ഫിറ്റായി നല്ല രീതിയിൽ, ഇപ്പോൾ ഈ ഫേഷ്യൽ ഹെയറും അതും ഇതും മുടി വെട്ടാണ്ടും അങ്ങനെയൊക്കെ, നമ്മൾ പറയുമ്പോൾ കളറോ ഇതൊന്നുമല്ല ഞാൻ പറയണത്. അത്യാവശ്യം ഒരു എക്സസൈസൊക്കെ ചെയ്ത് അത്യാവശ്യം ഹെയറൊക്കെ ഒന്ന് വെട്ടി എല്ലാം ഒന്ന് ക്ലിയറാക്കി ഒരു നല്ല ഡീസൻ്റായിട്ടുള്ള ഡ്രസ്സും ഇത്തിരി സ്മെല്ലില്ലാണ്ടും കുളിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടും. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ലാംഗ്വേജിൻ്റെ ഒരു കാരണം മാത്രമല്ല. എന്താ വെച്ചാൽ കാരണം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പോകുമ്പോൾ ഈ നമ്മുടെ സ്കാൻഡിനേവിയൻ ഇല്ലെങ്കിൽ ടർക്കിഷ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. അവർക്ക് ലാംഗ്വേജ് ഒട്ടും അറിയില്ല. പക്ഷെ അവർക്ക് ഈ പറയുന്ന വേറെ എല്ലാ വാല്യൂസ് ഉള്ളത് കൊണ്ട് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല.
മനസ്സിലായി. നമ്മൾ അത്യാവശ്യം ഡീസൻ്റായി ആ പറയുന്ന വാല്യൂസ് എല്ലാം കീപ്പ് ചെയ്ത് വളരെ ജെൻറ്റിലായിട്ടും ആ പേഴ്സണൽ സ്പേസ് കൊടുത്തും ഒരു ലാംഗ്വേജ് ഇല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ അത് ഓപ്പണായി നമ്മൾ പറയണം, മൈ ലാംഗ്വേജ് ഈസ് വെരി ബാഡ്, ഞാൻ അങ്ങനെ ലേൺ ചെയ്യാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്തോളും. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷ്, അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് കൺട്രിയിലാണ്, സ്പീക്കിംഗ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ എല്ലാ വാല്യൂസും അഡോപ്റ്റ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആ ഇൻട്രാക്ഷനിലൂടെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കൾച്ചറൽ നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് അക്കാഡമിക്കലി ലാംഗ്വേജ് ഒക്കെ ഒരു കാര്യമാണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കൾച്ചർ ഓഫ് സ്പീക്കിംഗ് ഉണ്ട്. നമ്മൾ പറയില്ലേ കുറേ ഈ ഈ ഈ ഈ ഈ എങ്ങനെ പറയുക, ഈ ലോക്കൽ സ്ലാങ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു കൾച്ചറില്ലേ, നമ്മൾ ഒരു വിഷമം വരുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ്, സന്തോഷം വരുമ്പോൾ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഓഫീസിൽ വരുമ്പോൾ, അങ്ങനെ കുറച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ലേൺ ചെയ്ത് അതേപോലെയൊക്കെ ആ ഒരു ടോണിലും ആ ഒരു കൾച്ചറിലും സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതിയിൽ മേലെ പ്രശ്നങ്ങൾ കുറയും. മനസ്സിലായില്ലേ? നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല മാന്യതയോടുകൂടി നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കും. പിന്നെ അധികം ആൾക്കാർക്കും നമ്മുടെ പുറത്ത് കയറാൻ ചാൻസ് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുക, കൾച്ചർ ഓഫ് സ്പീക്കിംഗ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നോയിങ് വാട്ട് യു വാണ്ട്, മനസ്സിലായില്ലേ? അതായത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുമ്മാ ഒരു ബോധമില്ല അന്തമില്ലാണ്ട് ചില ഇപ്പോൾ ജോലിക്ക് വരുമ്പോഴും ഒരു ഇതിൽ ഒരാളുടെ ഒരു സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. പുറത്ത് നടക്കാൻ പോകണമെങ്കിൽ ഇത് എന്തിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് ഒരു ബോധമില്ല എന്ന് പറഞ്ഞ് കണ്ടവൻ്റെ വായിലും നോക്കി ഇങ്ങനെ നടക്കാനോ സംസാരിക്കാനോ പോകാണ്ടിരിക്കുക. നമുക്കിപ്പോൾ എങ്ങനെ പറയും, നീ എന്തെങ്കിലും ഒരു പുറത്ത് പോകണമെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഓക്കെ അതിനോ എന്താ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്കിതാണ് വേണ്ടത്, ഇത് മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് നോ വാട്ട് യു വാണ്ട്. ഇപ്പോൾ ഒരാളുടെ ഒരു ഇൻട്രാക്ഷൻ പോകുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളതെന്താണോ എന്നുള്ളത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പൊളൈറ്റ്ലി കോൺഫിഡൻ്റ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ പുറത്തൊരു കാര്യം നടക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്, യെസ് ഞാനത് നടക്കാൻ പോകണമെന്നുള്ളത് നടക്കുക. നമ്മളിപ്പോൾ ഒരു കളിക്കാനോ എന്തിനാണെങ്കിലും മനസ്സിലായില്ല, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്നിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഈ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ജിമ്മിലൊക്കെ വരും, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പൊതുവെ ഇന്ത്യൻസ് ഇവന്മാർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കും. മനസ്സിലായില്ല? ഒരു അന്തമില്ല, ഒരു ബോധമില്ലായ്മ. മനസ്സിലായില്ല? അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്, പിന്നെ ഇഫ് യു നീഡ് എ ഹെൽപ്പ് എന്താ പറയുക, നമ്മൾ അത് ചോദിക്കുക, ഇല്ലെങ്കിൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കുക. അല്ലാതെ നമ്മൾ എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതായത് എന്താണ് അവന് വേണ്ടതെന്നൊരു കാര്യത്തിൽ ഷുവറില്ല. അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു ആക്ടിവിറ്റീസിൻ്റെ കേസിലായിക്കോട്ടെ, പുറത്ത് നടക്കാൻ പോകുന്ന കേസിലായിക്കോട്ടെ, പലതും ചുമ്മാ ഈ ആൾക്കാരുടെ മുഖത്ത് നോക്കി നിൽക്കുക, സ്റ്റെയർ ചെയ്യുക, ഒരു ഇതുമില്ല, ചിരിച്ചുകൊണ്ട് സ്റ്റെയർ ചെയ്യും. അങ്ങനത്തുള്ള പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ വളരെ ഒരു അറപ്പ് പിടിച്ച പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഈ ഫുഡ് ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇഷ്ടം പോലെ ആൾക്കാർ കഴിക്കും, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മളങ്ങനെ ഞാൻ പറയാം, ഈ കൈ കൊണ്ട് കഴിക്കുക, ഭയങ്കരമായ സ്മെല്ലുള്ള ഫുഡ് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ ആ ഒരു സ്പൂൺ ആൻഡ് ഫോർക്ക് എന്ന് പറയുന്നില്ല. ഇവിടെ എൻ്റെ ഞാൻ ബോർഡ് ചെയ്തിരുന്നിരിക്കുന്ന ഒരു അമ്മച്ചി, ഒരു ഇംഗ്ലീഷുകാരി അമ്മച്ചി, ഒരു വലിയൊരു കുറ്റമായിട്ട് പറഞ്ഞത് അതിൻ്റെ ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിനെ ഇവർക്ക് സ്പൂണും സ്പോർക്കും ഉപയോഗിക്കാൻ അറിയില്ല, അത് മൊത്തം ഫിംഗർ ഫുഡാണ് കഴിക്കണമെന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഈ ഒരു ടേബിൾ മാനേഴ്സും നമ്മൾ ഈ കഴിക്കുമ്പോൾ വായി തുറന്ന് പിടിച്ച് ചവയ്ക്കാണ്ടിരിക്കുക, ചുണ്ട് കൂട്ടിപ്പിടിച്ച് റീസണബിളായിട്ട് ക്വാണ്ടിറ്റി വായിലിട്ട് ചവയ്ക്കുക, സ്പൂണും ഫോർക്കും നൈഫെല്ലാം ഉപയോഗിക്കുക. പിന്നെ ഒരുപാട് ഈ എങ്ങനെ പറയാം, സ്മെല്ലി ആയിട്ടുള്ള ഫുഡും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ലുക്കിംഗ് പ്രസൻറ്റേഷനും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ചെയ്യാണ്ട് നോക്കുക. പിന്നെ റൂൾസ്, ഇത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിച്ചിട്ടേ ഇല്ല.
എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം നമ്മളെ തല്ലിപ്പിടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം നമ്മളെ എതിർത്ത് ശീലിച്ചു, അവർ തല്ലിയും ശീലിച്ചു. അപ്പോൾ ആ സെയിം ഒരു 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 തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ പോലീസ് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ഒരു വീട് വാങ്ങിക്കുന്ന സിസ്റ്റം ആയിക്കോട്ടെ, എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഇതെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു പീപ്പിൾ ഫ്രണ്ട്ലി അല്ല. മനസ്സിലായത്? പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം, അതിന് നമുക്കൊരു ഡിബേറ്റ് വേറെ ചെയ്യാം. പക്ഷെ ഒട്ടും പീപ്പിൾ ഫ്രണ്ട്ലി അല്ല. നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യണം. മനസ്സിലായത്? ഒരു യജമാൻ ഒരടിയാളനോട് പറയുന്ന ആ ഒരു രീതിയിലാണ് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ വേൾഡിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പീപ്പിൾ ഫ്രണ്ട്ലിയാണ്. മനസ്സിലായി? ഒരു വീട് വാങ്ങിക്കാനാണെങ്കിലും ലൈസൻസ് എടുക്കാനാണെങ്കിലും എവറിത്തിങ് സ്ട്രൈറ്റ് ഫോർവേഡ്. മനസ്സിലായില്ല? അപ്പോൾ അവിടെ ഒരാൾക്കൊരു മിസ്യൂസ് ചെയ്യാനോ എന്തിനുള്ള പോയിൻ്റ് ഇല്ല. പിന്നെ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീപ്പിളിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. മനസ്സിലായില്ലേ? അല്ലാതെ അതോറിറ്റിക്കും ഇവർക്കും ആളാകാനുള്ള നിയമങ്ങൾ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹാബിറ്റ് കൊണ്ടുവരണം. ആ റൂൾസ് ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്. റോഡ് റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്സിൻ്റെ സീറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിക്റ്റ്ലി ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ്റെനൻസ്, ഈ ഗ്രാസിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കൗൺസിലിൻ്റെ ഒക്കെ നിയമങ്ങൾ ഫോളോ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എല്ലാം കയറിയിട്ട് ഈ എന്താ പറയുക റൂൾസ്, ഈ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കുക, നോ പാർക്കിംഗ് ഏരിയയിൽ പോയി പാർക്ക് ചെയ്യുക, ഈ ഡിസേബിൾഡ് പാർക്കിങ്ങിൽ പോയി പാർക്ക് ചെയ്യുക. എന്നിട്ട് ആൾക്കാർ അത് നോക്കും. ഇപ്പോൾ ഇവിടേക്കെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിടും. മനസ്സിലായില്ലേ? ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ. അപ്പോൾ അവരത് ക്ലിയർലി പറഞ്ഞു ചെയ്തേക്കുക, ബ്ലഡി ഇന്ത്യൻ വന്നിട്ട് മറ്റവിടെ പാർക്ക് ചെയ്തു, ഇവിടെ പാർക്ക് ചെയ്തു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ റൂൾസുകൾ എന്ത് വില കൊടുത്തിട്ടും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്കിങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നാമത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വഷളാക്കും. പ്ലസ് നിങ്ങളോട് ആൾക്കാർക്ക് വളരെ ശരിയും ചില ആൾക്കാർ റിയാക്റ്റും ചെയ്യും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. ഇനി 10ാമത്തെ ഒരു കേസാണ് ജോബ് കൾച്ചർ. ജോബ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇന്ത്യൻസ് കൂടുതലുള്ള സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയും. ഷിഫ്റ്റിന് വേണ്ടി അടി, ഗ്രീഡി, അതായത് ക്വാളിറ്റിക്ക് ഒരു പ്രയോറിറ്റി ഇല്ല, ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തല്ലും അടിയും ചീത്തവിളി, എനിക്ക് ഷിഫ്റ്റ് കിട്ടിയില്ല, അത് ഇത് പറഞ്ഞിട്ട് വരും. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഈ ഇമോഷണലി ഒട്ടും കൺട്രോളബിൾ അല്ല. ദേഷ്യം വന്നാൽ ഫുൾ ദേഷ്യം വല്ലതും ചീത്ത വിളിക്കലും, പൈപ്പും ചോട് സെറ്റപ്പ്. പിന്നെ മറ്റുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യില്ല, റെക്ലെസ്നെസ്. ഇപ്പം നമ്മൾ കൂടെ ഇരിക്കുകയാണെങ്കിൽ വളരെ ഉച്ചത്തിൽ സംസാരിച്ച് ഷൗട്ട് ചെയ്ത് നമ്മുടെ മലയാളത്തിലും ഹിന്ദിയിലും പഞ്ചാബിയിലും സംസാരിക്കുക. മനസ്സിലായില്ലേ? ആ ഒരു കൾച്ചറെ മാറ്റിക്കളയും. അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാണ്ടാവും. അവർ പതിയെ കൊഴിഞ്ഞു പോയി തുടങ്ങും. പിന്നെ ഇന്ത്യൻസ് തന്നെ കൂടി വരും. പിന്നെ എക്സ്പ്ലോയിറ്റേഷനായി. മനസ്സിലായില്ലേ? ഇന്ത്യൻസ്, അത് എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, ഇന്ത്യൻസ് കൂടുതലുള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും. മനസ്സിലായി? ഈവൻ മാനേജേഴ്സ് അവർ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. മനസ്സിലായി? ഷിഫ്റ്റ് തരാണ്ടിരിക്കുക, അങ്ങനെ തരാണ്ടിരിക്കുക, ആ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും ഇത് ചെയ്ത് തുടങ്ങും. നമ്മൾ മൊത്തത്തിൽ ആ കൾച്ചറിനെ നശിപ്പിക്കും. ഒരു മാനേഴ്സ് ഇല്ലായ്മ, ഒരു സ്പേസ് ഇല്ലായ്മ, ലൗഡ്, റൂഡ്, അങ്ങനെ ആ ഒരു ഏരിയ നശിപ്പിക്കും. പിന്നെ നമ്മുടെ ആൾക്കാർ മാനേജ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ ഇവിടുത്തെ ആൾക്കാരിന് ബുദ്ധിമുട്ട് തോന്നിയത് കാരണമായിരിക്കാം അവർ ഫുള്ള് ഈ മൈഗ്രൻസിനെ കയറ്റും. അപ്പോൾ അവർക്ക് അവൻ്റെ ഈ ഉടായ്പും, മനസ്സിലായില്ലേ? അതായത് പീപ്പിൾ പ്ലീസ്മെൻറ്റും ഈ ഹയർ മാനേജ്മെൻറ്റിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ, അതായത് നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറേയൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു അങ്ങനെ ഞാൻ പറയാം, ആ ഒരു കൈൻഡ്നെസ്, കൺസിഡറേഷൻ, ഒരു റെസ്പെക്റ്റ്, ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്ത് ശീലിക്കുക. ആ ശീലം ഞാൻ വളരെ കുറച്ച് ആൾക്കാരിലേ കണ്ടിട്ടുള്ളൂ, ആ ക്വാളിറ്റിയിലുള്ള ആൾക്കാരിനെ. അല്ലാത്ത ആൾക്കാരെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്രസൻറ്റേഷൻ. ഈ പബ്ലിക് പ്രസൻറ്റേഷൻ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഈ തലയിൽ കെട്ടും ജുബ്ബയും കത്തിയും താടിയും ഇതെല്ലാം വെച്ച് നടക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ആ ഡ്രസ്സിങ് സ്റ്റൈലിന് നമുക്ക് ഒരു പുറമേ ഉള്ള ഒരാൾക്ക് കാണാൻ ഒന്നും പോസിറ്റീവായിട്ടില്ല. മനസ്സിലായില്ലേ? പാകിസ്ഥാൻ, പഞ്ചാബ്, ഇവിടെ നടക്കുന്നത് എന്താ? അഫ്ഗാനിസ്ഥാൻ, ആ ജുബ്ബ പോലത്തെ സാധനം ഇട്ട് നടക്കുന്ന ടീമുകൾ വെട്ടും കുത്തും, പെണ്ണുങ്ങളെ പൂട്ടിയിടലും, ബൊർക്കിയും തല്ലും കുത്തും, ബോംബ് പൊട്ടിക്കലും, ഇതല്ലാണ്ട് ഇവന്മാർ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടോ? അപ്പോൾ
അപ്പോൾ നമ്മൾ ആ ഒരു ഇതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സബർബിൽ അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡിൽ ഇങ്ങനത്തുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പേടി വരും. അത് വളരെ നോർമലാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതാണ് ഞാൻ പറഞ്ഞത്, പബ്ലിക് പ്രസൻറ്റേഷൻ ഡ്രസ്സിങ്ങിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലായി. പിന്നെ ഈ കൂട്ടമായിട്ട് നമ്മൾ നടക്കും, ഈ കളക്റ്റീവിസം. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ 4 ആണുങ്ങളും 5 പെണ്ണുങ്ങളും റോട്ടിൽ കൂടെ പോയി ചിരിയും കളിയും ഈ അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലും വേഷം കെട്ട് മൊത്തം കാണിച്ച് നടക്കും. പക്ഷെ ഇവിടെ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു വ്യത്യാസം നമുക്കവിടെ മനസ്സിലാവും. അവരെല്ലാം ഒരു ഓക്കെ അങ്ങനെയുള്ള കളിക്കാൻ ചിരിക്കാനുള്ള സമയങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസസ് യൂസ് ചെയ്യുക. നമ്മൾ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് കിടന്ന് ചാടാനും തുള്ളാനും വേഷം കെട്ട് കാണിക്കാനും. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, പൂളിൽ വന്നിട്ട് ഒരുത്തൻ സോപ്പിട്ട് കുളിക്കുക, മനസ്സിലായില്ല. അവനൊരു നാണമില്ല. ഞാനതൊക്കെ നമ്മളാണെങ്കിൽ തല്ലിക്കും തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ. ഇവിടെ പിന്നെ ആൾക്കാർ അത് മൈൻഡ് ചെയ്യില്ല, എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ പരമാവധി ഒഴിവാക്കുക. നമ്മൾ പബ്ലിക്കിൽ നമ്മളൊരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡ്രസ്സ് ചെയ്യുക പരമാവധി. ഈ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഈ വേഷം കെട്ടുകളും ഈ ചാടലും കുത്തലും ഒച്ചത്തിലുള്ള ചിരിയും കളിയാക്കലും നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യ്. ഈ പബ്ലിക് പ്ലേസിൽ പോയി ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ തന്നെ ആൾക്കാർ, ഞാൻ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ പിന്നീട് ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ ആൾക്കാർക്ക് പല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഭൂരിഭാഗം പിന്നെ ഒരു 80% പിന്നെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഒരു മിതം ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഞാൻ. അവരെന്ന് പറഞ്ഞാൽ ഓക്കെ എന്താ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാൻ പോകണം എല്ലാവരും കൂടെ പിന്നെ കഴിഞ്ഞാൽ ജസ്റ്റ് സംസാരിക്കുന്നത് വളരെ മിതമായിട്ട് വളരെ ഇതായിട്ട് സംസാരിച്ച് പോകും എന്നല്ലാതെ ഈ ഭയങ്കരമായിട്ടുള്ള ഡ്രാമ, അങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡ്രമാറ്റിക്കായി ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള വേഷം കെട്ടുകൾ കാണിക്കുന്നത് കുറവാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളവിടെ യുണീക്കായി. അപ്പോൾ ആൾക്കാരിൻ്റെ അറ്റൻഷൻ കയറിയാണ്, ഇതെന്തത് ആരാത്, ഇന്ത്യൻസ് വന്നു അവിടെ നമുക്കൊരു ഒരു ചാപ്പ കിട്ടി, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കൾച്ചറൽ ഷോക്കേസിങ്, അത് നമ്മൾ ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. ഈ പള്ളി ടീമുകളാണെങ്കിലും ഈ അസോസിയേഷൻസുകളാണെങ്കിലും ഇതിൻ്റെ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൾച്ചർ കണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങ് ഞെട്ടും. ഇവരിവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇവൻ്റെ വിചാരം ഇവരെന്തോ വീക്കാണ്, അപ്പോൾ ഇവരാണ് നല്ലത്, മനസ്സിലായി, നമ്മളാണ് നല്ലതെന്നുള്ളൊരു തോന്നലാണ്. എന്നിട്ട് കൊടയും വടിയും പ്രദക്ഷിണങ്ങൾ നടത്തുക, റോഡ് ബ്ലോക്ക് ചെയ്യുക, മനസ്സിലായില്ലേ, മുണ്ടെടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഈ പരിപാടി ഈ ഷോക്കേസിങ്ങൾ നിർത്തുക. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ ഇന്ത്യൻസ് ഈ ഒരു 10-15 റെക്ലെസ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇല്ലാത്ത ബിഹേവിയർ ഉണ്ടാകും. അപ്പോൾ നമ്മളെ ക്ലസ്റ്റർ ചെയ്യുന്നത് എവിടേക്കാണ് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത് നോക്ക്. ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മളെ ഗ്രൂപ്പ് ചെയ്യുക, നമ്മളെ നെഗറ്റീവ്, മനസ്സിലായില്ലേ. ഭ്രാന്തന്മാരിവിടെ വന്ന് വീണ്ടും തുടങ്ങി. പബ്ലിക്കലി പറഞ്ഞില്ലെങ്കിലും കുറേ പേരും ഈ ഉള്ളിൽ ഇവർ ഭയങ്കരമായിട്ട് ചർച്ച നടത്തും വീട്ടുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ കേൾക്കുന്ന ഈ ടീനേജേഴ്സൊക്കെ വന്നിട്ട് മൂക്കിടിച്ച് വിളിക്കുന്നത്, മനസ്സിലായി. അവർക്ക് അറിയാം ലീഗലി ആർക്കും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ആ ഒരു ഏജിൻ്റെ ഒരു ചോരത്തിളപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഇടിച്ച് ഇതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വേഷം കെട്ട് പരിപാടികൾക്കൊന്നും പോകാണ്ടിരിക്കുക. ആദ്യം ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊന്നും ആൾക്കാർ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ അതനുസരിച്ച് അത് കണ്ട് പെരുമാറുക. നമ്മൾ വലിയ ആൾക്കാരാണെന്നൊന്നും ആരും കരുതുന്നില്ല, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ഈ മാനേഴ്സും സംഭവങ്ങളൊക്കെ തിരിച്ച് അത്യാവശ്യം എല്ലാവരെ പോലെയൊന്നും ഡ്രസ്സിങ്ങും ഒരു ബിഹേവിയറും കൊണ്ട് നടന്ന് അത്യാവശ്യം ഒരു ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ആയി. കുറച്ചൊക്കെ നമ്മളിവിടുത്തെ ആക്ടിവിറ്റീസുകളിലും ഒരു സോഷ്യൽ അങ്ങനെയുള്ള ഇവിടുത്തെ കുറച്ചുണ്ട് ഹൈക്കിംഗ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് പതിക്കെ സ്ലോലി അവരായിട്ടുള്ള കൾച്ചറിലേക്ക് ഒന്ന് ടോളറേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി ഈ ഭയങ്കരമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനും നിൽക്കാതെ അവനവൻ്റെ കാര്യം നോക്കി ജോലി ചെയ്ത് നമ്മൾ എങ്ങനെ പറയുക, ജോലി കഴിഞ്ഞ് വന്നോ നടക്കാൻ പോവോ, കളിക്കാൻ പോവോ, ഇല്ലെങ്കിൽ ഒരു ഹോളിഡേക്ക് പോവോ, അല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയോ, ഫാമിലിയായിട്ട് ബീച്ചിൽ പോവോ, എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതല്ലാതെ കുന്തളിപ്പ് കാണിക്കാൻ വരുമ്പോൾ അതാണ് പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ഇതിന് പതിയെ ഓരോന്നായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അത്രയാണ്. അപ്പം ഞാനിങ്ങനെ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടാനോ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല.
അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇടാം. ഓക്കെ, താങ്ക്സ്.